നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് എങ്ങനെ സ്പാർക്കിൽ എൻ്റർ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. നമുക്ക് ഈ ഒരു പ്രോസസ്സ് DDO ലോഗിനിൽ നിന്നോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിൽ നിന്നോ ചെയ്യാവുന്നതാണ്. ആദ്യമായിട്ട് നമ്മൾ സ്പാർക്കിൽ ലോഗിൻ ചെയ്യുക. സ്പാർക്കിൽ ലോഗിൻ ചെയ്ത് സർവീസ് മാറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ പ്രൊമോഷൻ ഗ്രേഡ് റിവേർഷൻ എന്ന ആ ഒരു സബ് മെനുവിലെ എൻ്റർ പ്രൊമോഷൻ ഓർഡർ ഡീറ്റെയിൽസ് നോൺ ഗസറ്റഡ് എന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് പുതിയൊരു വിൻഡോ ഓപ്പണായി വരുന്നത് നമുക്ക് കാണാം. അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതിന് തൊട്ട് താഴെ പ്രൊമോഷൻ ടൈപ്പ് അവിടെ പ്രൊസീഡിങ്സ് ആണ് ഡിഫോൾട്ടായിട്ട് വരുന്നത്. നമുക്ക് മാറ്റം വരുത്തേണ്ടതില്ല, മാറ്റം വരുത്താനും കഴിയുകയില്ല. അതിനുശേഷം തൊട്ട് താഴെ ആക്ഷൻ എന്നത് ഡിഫോൾട്ടായിട്ട് പ്രൊമോഷനാണ് കിടക്കുന്നത്. അവിടെ നമ്മൾ മാറ്റങ്ങളൊന്നും തന്നെ വരുത്തേണ്ടതില്ല. അതിന് തൊട്ട് താഴെയുള്ള ഓപ്ഷനിൽ പ്രൊമോഷൻ ഓർഡർ നമ്പർ, ഇവിടെ നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്തരവിൻ്റെ നമ്പരും തൊട്ട് താഴെയുള്ള പ്രൊമോഷൻ ഓർഡർ ഡേറ്റിൽ ആ ഒരു ഉത്തരവിൻ്റെ തീയതിയുമാണ് നമ്മൾ രേഖപ്പെടുത്തി കൊടുക്കേണ്ടത്. നമ്മളൊരു പ്രത്യേകമായിട്ടൊരു കാര്യം ശ്രദ്ധിക്കുക. ഈ ഒരു എൻട്രി വരുത്തുമ്പം നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചുകൊണ്ടുള്ള ആ ഒരു ഉത്തരവിൻ്റെ കോപ്പിയും അത് കണക്ക് സാലറി ഫിക്സ് ചെയ്തുകൊണ്ടുള്ള ഫിക്സേഷൻ സ്റ്റേറ്റ്മെൻറ്റും ഒരു പ്രിൻ്റ് എടുത്ത് വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഇനി നമ്മൾ തൊട്ട് താഴോട്ട് വന്ന് ഫ്രം ഓഫീസ് എന്ന ഭാഗത്ത് ഈ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയ വ്യക്തി നിലവിൽ ഏത് ഓഫീസിലാണോ വർക്ക് ചെയ്യുന്നത് അത് നമ്മളവിടെ ഓഫീസിൻ്റെ ആ ഭാഗത്ത് നിന്ന് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഒരുപാട് ഓഫീസൊക്കെയുള്ള വകുപ്പാണെങ്കിൽ തൊട്ട് താഴെയുള്ളൊരു ഭാഗത്ത് നമുക്ക് പേര് എൻ്റർ ചെയ്ത് സെർച്ച് ചെയ്ത് കൊടുത്തും പെട്ടെന്ന് ഓഫീസ് കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. ഞാനിവിടെ ആ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്ന് തന്നെ ഓഫീസ് സെലക്ട് ചെയ്യുകയാണ്. ഞാനിവിടെ അങ്ങനെ ഓഫീസ് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം തൊട്ട് വലതുവശത്തുള്ള ഡെസിഗ്നേഷൻ എന്ന ആ ഒരു ഭാഗത്ത് ഈ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയ വ്യക്തി നിലവിൽ ഏത് ഡെസിഗ്നേഷനിലാണോ വർക്ക് ചെയ്യുന്നത്, ഈ വ്യക്തി സീനിയർ ക്ലർക്ക് എന്ന ഡെസിഗ്നേഷനിൽ ഇരിക്കുന്ന വ്യക്തിക്ക് നിലവിൽ 15 വർഷ ഹയർ ഗ്രേഡ് കിട്ടിയതാണ്. അപ്പം അവിടെ നമ്മൾ ഡെസിഗ്നേഷൻ എന്നത് സീനിയർ ക്ലർക്ക് നമ്മളവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തൊട്ട് വലതുവശത്ത് പെൻ എന്ന ഭാഗത്ത് നിന്നും സീനിയർ ക്ലർക്ക് എന്ന് പറയുന്ന തസ്തികയിലുള്ള ജീവനക്കാരുടെ പേരും പെന്നും അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നും ഏത് ജീവനക്കാരനാണോ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടിയത് ആ ഒരു ജീവനക്കാരൻ്റെ പേര് അവിടുന്ന് സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്കും ഈ ഒരു വ്യക്തിയുടെ സർവീസ് കാറ്റഗറി സ്റ്റേറ്റ് സബോർഡിനേറ്റ് ആണ്, അതവിടെ ലിസ്റ്റ് ചെയ്തു. ഇനി ടു ഡിപ്പാർട്ട്മെൻറ്റും അവിടെ നമ്മളുടെ വകുപ്പിൻ്റെ പേര് അവിടെ ഡിഫോൾട്ടായിട്ട് വരും. നമ്മളൊന്നും തന്നെ ചെയ്യേണ്ടതില്ല. അതിനുശേഷം ടു ഓഫീസ് എന്നെടുത്ത് നമ്മളുടെ നിലവിൽ ഓഫീസ് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാകും. കാര്യം ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് വരുമ്പോൾ നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യുന്നത് അവിടെ തന്നെ നിലനിർത്തുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടി നമ്മൾ മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാറൊന്നുമില്ല. അതുകൊണ്ട് നിലവിലെ ഓഫീസിൻ്റെ അതായത് ജില്ല ഏതാണോ അത് ഇവിടെ സെലക്ട് ചെയ്യുക. അത് ജില്ല സെലക്ട് ചെയ്തു. അതിനുശേഷം ആ ജില്ലയിലുള്ള ഓഫീസുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നും നമ്മളുടെ നിലവിലെ ഓഫീസ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സർവീസ് കാറ്റഗറി എന്നത് സ്റ്റേറ്റ് സബോർഡിനേറ്റ് തന്നെയാണ്. ഇതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. അതിനുശേഷം ന്യൂ ഡെസിഗ്നേഷൻ എന്നത് നമ്മൾ കൃത്യമായിട്ടും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മളുടെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ വ്യക്തമായും കാണും. ഇവിടെ ഈ ഒരു വ്യക്തി സീനിയർ ക്ലർക്കിൽ നിന്നും 15 വർഷത്തെ ഗ്രേഡ് കിട്ടിയതാണ്, അതായത് ഹെഡ് ക്ലർക്കിൻ്റെ ഗ്രേഡ് കിട്ടിയതാണ്. അത് ഈ ഒരു ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിൽ ആ ഒരു തസ്തികയും സ്കെയിൽ ഓഫ് പേയും കൃത്യമായും കാണും. അത് തന്നെ ഈ ഒരു ഡ്രോപ്പ് ഡൗണിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഞാനത് സീനിയർ ക്ലർക്ക് 15 ഇയേഴ്സ് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് സ്കെയിൽ ഓഫ് പേ 39,300 83,000 ഇതാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം തൊട്ട് വലതുവശത്ത് എഫക്റ്റീവ് ഡേറ്റ് ഉണ്ട്. ഇതും നമ്മളുടെ ആ ഒരു ഉത്തരവിൽ കാണും എന്ന് മുതലാണ് നമുക്ക് ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ച് നൽകിയിട്ടുള്ളത്. ആ ഒരു ഡേറ്റും നമ്മളിവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് വലതുവശത്തുള്ള റിമാർക്സിൽ എന്താണെന്ന് വെച്ചാൽ ഹയർ ഗ്രേഡ് എന്നോ TBHG എന്താണെന്ന് വെച്ചാൽ എൻ്റർ ചെയ്ത് ഇൻസേർട്ട് കൊടുക്കുന്നതോടുകൂടി ഈ ഒരു എൻട്രി അവിടെ ഇൻസേർട്ടായി വരുന്നതാണ്. ഇനി നമ്മൾ തൊട്ട് താഴോട്ട് വന്ന് ഗവൺമെൻറ് ഓർഡേഴ്സ് ടു റീഡ് വിത്ത് എന്ന ഭാഗത്ത് വേണമെങ്കിൽ ആ ഒരു ടൈം ബോണ്ട് ഹയർ ഗ്രേഡിൻ്റെ ഉത്തരവിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള ഓർഡർ ടു ബി കൺവേഡ് ടു എന്ന ഭാഗത്ത് ഈ ഒരു ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് ലഭിച്ച ഉദ്യോഗസ്ഥൻ്റെ പേരോ എംപ്ലോയിന്നോ ജസ്റ്റ് അവിടെ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് നമ്മൾ കൺഫേം കൊടുക്കുന്നതോടുകൂടി ഈ ഒരു എൻട്രി കൺഫേം ആകുന്നതാണ്.
ഇപ്പോൾ നമ്മൾ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് സ്പാർക്കിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി അത് വെച്ച് നമ്മൾ പേ ഫിക്സ് ചെയ്യുകയാണ്. പേ ഫിക്സേഷൻ ചെയ്യുന്നതിനായിട്ട് നമ്മൾ മുമ്പേ പോയ അതേ മെനുവിൽ തന്നെ സർവീസ് മാറ്റേഴ്സിൽ പ്രൊമോഷൻ, ഗ്രേഡ്, റിവേർഷൻ എന്ന ആ ഒരു മെനുവിൽ പേ ഫിക്സേഷൻ ഓൺ പ്രൊമോഷൻ എന്ന ആ ഒരു സബ് മെനുവിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ് അതേ കണക്ക് ആ ഒരു എംപ്ലോയിയുടെ പേര് അവിടുന്ന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ എംപ്ലോയിയുടെ വിവരങ്ങൾ, കറണ്ട് ഡീറ്റെയിൽസ് വലതുവശത്ത് വരും. ഇനി ആ ഒരു വലതുവശത്ത് ഈ എംപ്ലോയിയുടെ ഡെസിഗ്നേഷൻ സീനിയർ ക്ലർക്ക് എന്ന് കാണാം. പ്രൊമോഷൻ ഡേറ്റും ഉണ്ട്. ആ വലതുവശത്തുള്ള ആ ഒരു സെലക്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുമ്പേ പ്രൊമോഷൻ ഓർഡറിൽ എൻ്റർ ചെയ്ത എല്ലാ കാര്യങ്ങളും ആ ഒരു എൻ്റർ ന്യൂ ഡീറ്റെയിൽസ് എന്ന ഭാഗത്ത് ലിസ്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം ടൈപ്പ് ഓഫ് പ്രൊമോഷൻ എന്ന ആ ഒരു ഭാഗത്ത് ടൈം ബൗണ്ട് ഹയർ ഗ്രേഡ് എന്ന് നമ്മളവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ പ്രൊമോഷൻ റൂൾ എന്ന ഭാഗത്ത് റൂൾ 28A റെഗുലർ റേഷ്യോ പ്രൊമോഷൻ അതാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ ഈ റൂളൊക്കെ സെലക്ട് ചെയ്യുമ്പം കൃത്യമായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം തൊട്ട് താഴെ ന്യൂ ബേസിക് പേ എന്നത് കണ്ടോ? ആ ഒരു ന്യൂ ബേസിക് പേ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരുന്നതാണ്. ഇവിടെ 47,800 രൂപയാണ്. ഈ ഒരു ബേസിക് പേ നമുക്ക് ആവശ്യമാണെങ്കിൽ തിരുത്താൻ കൂടി കഴിയും. ഇവിടെ ഞാൻ ഈ ഒരു വ്യക്തിക്ക് പേ ഫിക്സ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പരിശോധിച്ചാൽ 47,800 കൃത്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അവിടെ കൺഫേം കൊടുക്കുകയാണ്. ഇനി ഇതല്ല, ഈ ഒരു വ്യക്തിക്ക് നല്ല ബാക്ക് പീരീഡിൽ, അതായത് ഈ വ്യക്തിക്ക് കറക്റ്റായിട്ട് ഗ്രേഡ് കിട്ടിയത് കൊണ്ടാണ് ഇത്രയും എൻട്രി മാത്രം നമുക്ക് വരുത്തേണ്ടി വരുന്നത്. ഇതല്ല, ഇനിയിപ്പം 2022-ലോ 2023-ലോ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് കിട്ടേണ്ട ഒരു വ്യക്തിക്ക് നിലവിൽ കിട്ടുമ്പോൾ നമ്മൾ ബാക്ക് ഡേറ്റ് ആയിട്ട് ഈ വ്യക്തിയുടെ സർവീസ് ഹിസ്റ്ററി കൂടി കറക്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ഉള്ള വ്യക്തികളുടെ കേസിൽ ഇവിടെ അതിന് ആനുപാതികമായിട്ട് ഒരു വിൻഡോ കൂടി വരുന്നതാണ് ഈ വ്യക്തിയുടെ സർവീസ് ഹിസ്റ്ററി തിരുത്തുന്നത് സംബന്ധിച്ച്. ഈ ഒരു കേസിൽ അങ്ങനെ ഇല്ല. അതുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ മാത്രം നമ്മൾ ഈ ഒരു കേസിൽ പറയുന്നത്. ഇത് ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമാണോ എന്ന് ഇവിടെ പരിശോധിച്ച് അത് കൺഫേം ബട്ടൺ കൊടുക്കുകയാണ്. എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെന്ന് മനസ്സിലായി. ഞാൻ ആ ഒരു കൺഫേം ബട്ടൺ കൊടുക്കുന്നതോടുകൂടി ഈ ഒരു വ്യക്തിയുടെ ടൈം ബോണ്ട് ഹയർ ഗ്രേഡ് പേ ഫിക്സേഷൻ സക്സസ് ആയിട്ടുണ്ട്. ഇത് വന്നിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഈ വ്യക്തിയുടെ പ്രസൻറ്റ് സാലറി ഡീറ്റെയിൽസിൽ കയറി നമുക്ക് നോക്കാവുന്നതാണ്. ഞാനിവിടെ സാലറി മാറ്റേഴ്സിൽ ചേഞ്ചസ് ഇൻ ദി മന്തിൽ പ്രസൻറ്റ് സാലറിയിൽ പോയി ഈ വ്യക്തിയുടെ പേര് സെലക്ട് ചെയ്ത് നോക്കുകയാണ്. ഈ വ്യക്തിയുടെ നിലവിൽ ബേസിക് പേ 47,800 രൂപയാണ്. അത് കൃത്യമായിട്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി നമ്മൾ വേറൊന്നും ചെയ്യേണ്ടതില്ല. ജസ്റ്റ് സാലറി പ്രോസസ്സ് ചെയ്യുക. ഇനി ഈ വ്യക്തിക്ക് അരിയർ കിട്ടാനുണ്ടെങ്കിൽ അരിയർ നമ്മൾ പ്രോസസ്സ് ചെയ്ത് കൊടുക്കുക. ഇത്രയൊക്കെ കാര്യങ്ങൾ ടൈം ബോണ്ട് ഹയർ ഗ്രേഡുമായിട്ട് ബന്ധപ്പെട്ട് നോൺ ഗസറ്റഡ് ജീവനക്കാരുടെ നമുക്ക് പഠിക്കുവാനുള്ളൂ. ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.